ഗൈസ് അങ്ങനെ നമ്മളെ മീനു കല്യാണം കഴിച്ച് അതിന്റെ ഇടയിൽ ഞങ്ങൾ സദ്യ കഴിച്ചിട്ടിരിക്കാൻ കുറച്ചാണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം ഗൈസ്. അങ്ങനെ ഞാൻ രാവിലെ 5 മണിക്ക് തന്നെ എണീച്ചിരിക്കുകയാണ്. 5 മണിക്ക് തന്നെ എണീറ്റ് പോയി. എനിക്ക് ഗംഗ ചെയ്യില്ലേന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞൂടാ ഗൈസ്. ഇപ്പൊ ഗംഗ ചേച്ചിയുടെ പഴയതും പുതിയതും ഒക്കെ ആയിട്ട് ഓരോരുത്തരും ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ചേച്ചി അന്ന് രാവിലെ എണീച്ച് പൊതിച്ചോറും കാര്യങ്ങളും മുട്ടവറുത്തതും ഒക്കെ ഉണ്ടാക്കി നാട് മൊത്തം അങ്ങ് കാണിക്കുകയായിരുന്നു. എന്റെ പൊന്നോ. അപ്പോൾ കുറെ ആൾക്കാരെ കമന്റ്സും കാര്യങ്ങളൊക്കെ കാണും, ഗംഗ കണ്ടുപിടിക്കണം, കാരണം ഒന്നുമില്ലായ്മ ഗംഗ ഇങ്ങനെ വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് വന്നിട്ട് ഇപ്പൊ അതേ ആൾക്കാർ ഗംഗയ്ക്കെതിരെ സംസാരിക്കുന്ന രീതി. അപ്പൊ നീ ഞങ്ങളെ എന്ന് പറ്റിക്കുമായിരുന്നോ ഈ എന്ന് വരെ ചോദിക്കുന്ന രീതിയിലാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവള് യൂട്യൂബിൽ കൂടെ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു നിലയിലെത്തിയൊക്കെ ചെയ്തത്. പക്ഷെ ഓരോ ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ചേച്ചിയുടെ ഓരോ കള്ളങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞ് ഇങ്ങനെ വരുവാണല്ലോ. ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം വരുന്നത്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് സത്യത്തിൽ. ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള പാവങ്ങളെ ഇത് എന്താ പറയുക, പറ്റിക്കാന്ന് പറയത്തില്ലേ, നിങ്ങൾ ഇതൊക്കെ കണ്ടിഷ്ടപ്പെട്ട് അങ്ങ് അഡിക്റ്റ് ആവും. അപ്പോൾ ആ വ്യക്തികൾ പറയുന്നത് ശരിയാണ്. അവർ പ്രൊമോഷൻ കൊണ്ടുവന്ന് അത് ചെയ്യും. അവരൊരു ക്രീം കൊണ്ടുവന്ന ആ ക്രീം തേച്ചാലേ വെളുക്കത്തുള്ളൂ, ഈ ക്രീം തേച്ചാൽ വെളുക്കത്തില്ല, എന്തൊക്കെ ആണ് തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത് നിങ്ങൾ. ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഇവറ്റകൾ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെയിലേക്ക് കൊണ്ടിടും, നിങ്ങളത് വിശ്വസിക്കും. ഇതൊക്കെയാണ് ഇതിലെ സീരിയൽ പോലെ ആയി പോയിരിക്കുകയാണ് ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന സംഭവത്തിൽ. കുറേ എണ്ണം അഡിക്റ്റ് ആകുന്നത്. പണ്ട് ഈ പറഞ്ഞ ഗംഗയ്ക്ക് അത്ര നെഗറ്റീവോ കാര്യങ്ങളോ അല്ല. പക്ഷേ ഈ അടുത്ത സമയം കൊണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം പല ആൾക്കാരും പറയുന്നത് പേർലി മാണി ആവാൻ ശ്രമിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ജാസ്മിൻ ജാഫർ ആവാനും ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അങ്ങനെയൊക്കെ ആവാൻ ശ്രമിക്കുന്നുണ്ടോ? ഓക്കെ, എന്തായാലും നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക, പിന്നെ ലൈക്കും കൂടെ ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഹൈപ്പും കൂടെ കൊടുക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേർലി മണിയാണോ അതോ ജാസ്മിൻ ജാഫർ ആണോ, നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്നത് ചേച്ചി കുറിച്ച് തോന്നുന്നതെന്ന് വെച്ചാൽ പറയാം. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്തൊക്കെ കാണും ഈ കൊച്ചു കേരളത്തിൽ. സോ ഗൈസ് അങ്ങനെ നമ്മളെ മീനു കല്യാണം കഴിച്ച് അതിന്റെ ഇടയിൽ ഞങ്ങൾ സദ്യ കഴിച്ചിട്ടിരിക്കുക. മീനു കല്യാണം കഴിച്ചപ്പോ ഞങ്ങൾ സദ്യ കഴിച്ചു. ചിരിക്കൂ. എന്തോന്നാടേ അത് പിന്നെ ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ അടുത്ത സമയത്ത് ഞാനൊരു വിഷയം ചെയ്തപ്പം ഇല്ല കർമ്മത്തടിച്ച് കഴിഞ്ഞ സമയത്താണ് ഇവന്റെ ഒരു നോട്ടം. ഞാൻ അതിനെക്കുറിച്ച് ചെയ്തപ്പോഴത്തേക്ക് കുത്തിത്തിരിപ്പ് അങ്ങനെയാണ്, മറ്റാണ്, മാടയാണ്, കോടയാണ്, എന്തൊക്കെയാണ് ആൾക്കാർ എന്നെ ഇട്ട് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഓരോ വ്യക്തികൾക്കൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. പിന്നെ ഇവൻ ഫേക്ക് ആണെന്ന് പറയുന്നുണ്ട്, ബട്ട് എനിക്ക് തോന്നുന്നില്ല. അവനിപ്പം ഒരു കല്യാണം കഴിച്ചു, ഒരു കുട്ടി ഉണ്ടെന്നും പറഞ്ഞ ഒരു വ്യക്തി ഫേക്ക് ആവണമെന്നില്ലല്ലോ. പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് വരുന്ന ഒരു ചെറുക്കൻ്റെ വീട് കണ്ടില്ലേ, ആ തുണിമണി എന്താ പറയണ്ടേ, ബെഡ്ഷീറ്റ് പോലും വിരിച്ചിട്ടില്ല. ഏതില്ലാത്തവൻ്റെ വീട്ടിലാണെങ്കിൽ പോലും അങ്ങനെയെങ്കിലും ചെയ്യും, എന്തുകൊണ്ട് ഇവൻ്റെ വീട്ടിൽ ചെയ്യുന്നില്ല? അപ്പോൾ എന്തൊക്കെയുണ്ട്. അപ്പോൾ ചെക്കൻ ആ മേളിലാണ് താമസിക്കുന്നത്. ചെക്കനെ എന്തോ ഒരു ഭീകരനാക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സബ്സ്ക്രൈബേഴ്സൊക്കെ എൻ്റെ ഓരോ വാചകങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചെക്കൻ എന്തോ വലിയ ടെററാണെന്നൊക്കെയുള്ള രീതിയിലാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷേ ഇവൻ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു മാധവൻ കുട്ടിയെ പോലെ ഇങ്ങനെ നിന്ന് പോകുന്നതാണ് ആൾക്കാർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. എന്തായാലും നമുക്ക് വീഡിയോ കാണാം. എന്റെ കിട്ടിയത് അത് നമ്മൾ ആരെ കഴിക്കും അവരെന്നും കാണിക്കാൻ വേണ്ടിട്ട് പറ്റില്ല. നമ്മുടെ ഹുസൈൻ ഹലോ പോമച്ചെന്താ തിന്നാ കൊടുത്തയാണെന്ന് എന്റെ അനിയത്തി അഴുക്കമാളു. എന്തായാലും എഡിറ്റിംഗ് കൊടുത്തോ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ പുള്ളിക്കാരൻ അപ്ഡേറ്റ് ആണ്. എന്റെ മാളുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് നന്ദന കോലോത്ത്. ഹായ് പറ. സാരി നല്ല രസമുണ്ട് നന്ദന, നിന്റെ സാരിയിലെ കാണാൻ സൂപ്പർ. എനിക്കും ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ചേച്ചിയുടെ കുക്കിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ അവൾമാരും ഒക്കെ ഇവിടെയൊക്കെ തലയെ കെട്ടിക്കൊണ്ട് നടക്ക്. എപ്പിസോഡ് ഈ ഫാമിലി വ്ളോഗിന്റെ എപ്പിസോഡാണെങ്കിൽ പിന്നെ ജീവിതകാലം ഇനി വയസ്സാം കാലത്ത് വരെ കാണേണ്ടി വരും എന്തൊക്കെയാണെന്ന്. നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം ഗൈസ്. അങ്ങനെ ഞാൻ രാവിലെ 5 മണിക്ക് തന്നെ എണീച്ചിരിക്കുകയാണ്. 5 മണിക്ക് തന്നെ എണീറ്റ് അമ്മകേട്ട ചീത്തളി 7 മണിയാണ് ഗൈസ്. 5 മണിക്ക് എണീറ്റ് എനിക്കിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഞെട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്റെ കണ്ണും ശരീരവും സമ്മതിച്ചില്ല. ഉറങ്ങുറങ്ങ് കണ്ണ ഉറങ്ങുറ അങ്ങനെയായിരുന്നു ഗൈസ് മൈൻഡ്. സോ ഇന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്റെ ബെസ്റ്റി ബോയ് ഫ്രണ്ട് കണ്ടാ പ്രത്യേകിച്ച് എവൻ ഇഷ്ടമുള്ള സാധനമാണ് ഉണ്ടാക്കുന്നത്. അപ്പ ഇഷ്ടല്ലേ? യാ ഇപ്പൊ പോവേ. ഓക്കെ, അപ്പാണ് ഗൈസ് ഉണ്ടാക്കണം. അപ്പവും മുട്ടക്കിഴിയും ആൻഡ് സം പനീർ പനീർ ബുർജിയാണ് ഗൈസ് ഉണ്ടാക്കണത്. പ്രോട്ടീൻ. പണ്ടത്തെ പോട്ടെ, പണ്ടത്തെ ഗംഗയെന്ന് വെച്ചാൽ അമ്മ മുട്ടക്കറി, അമ്മ അപ്പം എന്റെ പൊന്നെ ഗംഗ. അയ്യോ
സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ ഗൈസ്. കണ്ണൊക്കെ ചെത്തിരിക്കണം എനിക്ക് ഇനി മതിയായി. ചെത്തിരിക്കുന്ന ചത്ത് 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 ഇല്ല ഉറങ്ങിയിട്ട് ഇനി ഒരു 12-1 മണി വരെ ഉറങ്ങിയ സബലമേ ജീവിതം. സോ ഗൈസ് കമോൺ, നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോണത് എഗ് കറിയാണ് ഗൈസ്. മുട്ടക്കറിയൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിന് മുമ്പ് നേരത്തെ ഒരു വീഡിയോയുടെ ഒരു ക്ലിപ്പ് ഞാനൊന്ന് വെച്ച് തരാം. അവൾക്കൊരു കോപ്പ് ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് അന്ന് തള്ളിയവളാണ്. അതായത് കല്യാണത്തിന് ചെക്കൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു രംഗങ്ങളൊക്കെ ഞാനൊന്ന് വെച്ച് തരാം. മരിച്ചീനി അവിച്ചതും കിഴങ്ങ് അവിച്ചതും പിന്നെ മീൻ പൊരിച്ചത്, ചൂരമീൻ്റെ കറി. ആക്ച്വലി ചേച്ചി ഉണ്ട് ഇവിടെ. ചേച്ചി രാവിലെ എനിക്ക് ചേച്ചിയെല്ലാം വെച്ചിട്ട് പോയി. അപ്പം എനിക്ക് നിനക്ക് എങ്ങനെ ചെയ്യില്ലെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞൂടെ ഗൈസ്. എനിക്കങ്ങനെ ഒരു ശീലമൊന്നും വന്നിട്ടില്ല രാവിലെ എണീറ്റ്. അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പെണ്ണുങ്ങളെ സ്ഥിരം പരിപാടി ആദ്യമൊക്കെ അമ്മയെ തേനത്തെ അക്കരയെന്നും പറഞ്ഞാൽ അടുക്കള കയറി ചായ എടുക്കും, ഞാൻ ആ പാത്രം കഴിയും, ഞാൻ അത് ചെയ്യാൻ ഞാൻ പപ്പടം എടുക്കും, അയ്യോ അമ്മ ഞാൻ ആ ചിത്രം ഞാൻ പാത്രം കഴിക്കോളാം, ഞാൻ തുണി അനങ്ങിക്കോളാം, അമ്മോ 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 അമ്മോ. പിന്നെ അങ്ങോട്ട് ഇവറ്റകളൊക്കെ തനി സ്വഭാവം കാണിക്കും വൃത്തിയായിട്ടവളമാര്. ചെയ്യണേന്നും എനിക്ക് വരുമായിരിക്കും, ഹെൽപ്പ് ചെയ്യും. നല്ല കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഓക്കെ, കാരണം എനിക്ക് ശീലമില്ല. എനിക്കങ്ങനെ രാവിലെ ചെല്ലാം എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഇവിടെ തുടങ്ങണമെന്നൊരു അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ചേച്ചി ഓൾറെഡി അമ്മയ്ക്ക് കാലം എത്തണം, ചേച്ചിയാണ് എല്ലാം ചെയ്തിട്ട് പോകണം. അപ്പൊ ഇന്നലെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം കുഞ്ഞ് വേണ്ട, നീ എന്തെങ്കിലും കുക്ക് ചെയ്യും. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി നീ ഇത്രയും നാളും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പം മോളെ കുക്കിംഗ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഗൈസ്. പിന്നെ ഒന്നും കൂടെ ഞാൻ പറയാം, സഭ്യത വരുന്ന സഭ്യതകളെ പൊതിച്ചോറാണ്. അപ്പം കുഞ്ഞു മുട്ട മതി ഗൈസ്. ഫൈനലി നമ്മള് പൊതിച്ചോറ്. അമ്മയ്ക്കൊരു പുച്ഛം അല്ലേ എല്ലാം ചെയ്ത്. ഞാൻ ആ കണ്ണ് കണ്ടില്ല, കണ്ണ് കണ്ടാലേ അറിയും കള്ളിയെന്ന്. പൊതിയാൻ വേണ്ടിട്ട് പോവാണ്. ചോറ് റെഡി, നമ്മുടെ മോര് കാച്ചിയത്, നെത്തോലി ഫ്രൈ, ഓംലേറ്റ്, ബീട്രൂട്ട് തോരൻ, കോവയ്ക്ക വിഴുക്ക്, ചമ്മന്തി. ഇതിലെ മുട്ട വറുത്തതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറയാം. പിന്നെ നെത്തോലി ഫ്രൈ, നല്ല മഞ്ഞപ്പൊടി, നല്ല ഉപ്പും നല്ല മുളകും നല്ല മസാലയൊക്കെ ഇട്ട് അങ്ങോട്ട് വറുത്തെടുക്കാൻ വലിയ താമസമൊന്നുമില്ല. ഓക്കെ, അത് വീട്. എൻ്റെ ഒരു ബന്ധുവുണ്ട്, പറഞ്ഞു വരുമ്പോൾ എൻ്റെ മുറപ്പുണ്ടാവും. അവൾക്ക് കറിയൊക്കെ വെക്കാൻ അറിയാം, അവൾക്ക് ചോറ് വെക്കാൻ അറിയത്തില്ല. അതങ്ങനെ ഒരു സാധനം. ചോറ് വെക്കാനും അറിയത്തില്ല, എന്നിട്ട് അങ്ങ് ഭയങ്കര ഡയലോഗ് അടിക്കുക, ഭയങ്കര ഡയലോഗ്. അവൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണും, എടി നാറി ആദ്യം പോയി ഒരു ചോറ് വെക്കാൻ പടി. കാരണം ഞാൻ മുഖത്ത് നോക്കി പറയത്തില്ല കേട്ടോ, ഞാൻ പറഞ്ഞാൽ പിന്നെ അത് വേറെ സീനാവും. അതിനേക്കാളും നല്ല ഇതിലെ കൂടെ അങ്ങ് പറഞ്ഞേക്കാം. അതെ, ആ അമ്മയുടെ മുഖം കണ്ടാലേ അറിയാം ഇവിടെ വലിച്ചിട്ടുണ്ടോ ദേഷ്യം ഉണ്ടെന്ന്. ആദ്യം നമ്മള് അമ്മ ഇല്ല അബിക്കുട്ടിയൊക്കെ തന്നെ ആദ്യം ചോറിട്ട് ആദ്യം മീൻ പൊരിച്ചോറാണ് ഉണ്ടാക്കണത്. ഇത് മീനാക്ഷിക്കാണ് മെയിൻ ഗൈസ്. നെക്സ്റ്റ് നമ്മള് ബീട്രൂട്ട് തോരൻ വെക്കാണ്. എന്റെ ദൈവമേ, ഇനി അടുത്ത വീഡിയോ നോക്കട്ടെ. ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയോ എന്നൊരു ഡൗട്ട്. ഓക്കെ, കുഴപ്പമില്ല, അന്നത്തെ മുട്ടക്കറിയാ. ഗൈസ്, നമ്മള് അപ്പം ചുട്ടോണ്ടിരുന്നപ്പോ കറണ്ട് പോയി. പക്ഷെ അപ്പൊക്കെ ചുട്ടെടുത്ത്. എന്റെ ഗംഗേ, ഇത്രയും വലിയ യൂട്യൂബറിന്റെ വീട്ടിൽ ഈ പറഞ്ഞ ഇൻവെർട്ടർ ഒന്നും ഇല്ലേ, ജനറേറ്റർ ഒന്നും കയറ്റി വെച്ചിട്ടില്ലേ? കറണ്ട് പോയെന്നോ? ഞാൻ സെർവ് ചെയ്യാൻ അവർക്ക് ആൾക്കും ഇടട്ടെ. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചൂടാണ് അപ്പം, മുട്ടക്കറി, പനീർ ബുർജി. ആർക്കും ഒരു എക്സ്പ്രഷൻ ഇവിടെ പട്ടി കാണിക്കാന്നുള്ളൂ. അതെ, കാരണം ഉണ്ടാക്കിയത് മുത്തവരാകുമ്പോ പിന്നെ അവരെന്തിനാ പട്ടി ഷോ കാണിക്കണം? എന്റെ ദൈവമേ, എന്തൊക്കെയാണ് കൊച്ചിന്ത്യയിൽ നടക്കുന്നത്? ഇനി അവരാണോ ഉണ്ടാക്കിയത്, ഇവരാണോ ഉണ്ടാക്കിയത്? ഇവർക്ക് പല കാര്യങ്ങളൊക്കെ അറിയാം. വളച്ചും തിരിച്ചും മറിച്ചും ഒക്കെ വെറുതെ ആൾക്കാർ ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് ഏകദേശമൊക്കെ. എന്റെ ഭാര്യ അതെന്താ അങ്ങനെ ഒരു ചോദ്യം? ഡ്രസ്സ് മാറാൻ നേരത്തെ ഇവനായിരിക്കും പോയി പിന്നും കാര്യങ്ങളും എല്ലാം കെട്ടിക്കൊടുത്ത് വല്ല ഉടുപ്പിച്ച് തരാൻ അവനായിരിക്കും. ഇപ്പൊ അവന്റെ പണി ഇതൊക്കെയാണല്ലോ. എന്നിട്ട് ഒന്നും അറിയാത്തവരെ പോലെ ഇരിക്കുന്നുണ്ട്. ഇത് ആരും ഇത് എന്തുവാ പറഞ്ഞേ? ഇത്ര സെക്സി ആയിരുന്നു നേട്ടാ, പോടാ. ഇപ്പൊ സാരി ഉടുത്താലാണ് ഇതൊക്കെ അറിയാൻ പറ്റുന്നല്ലേ? ഞാൻ മണ്ടനായിരുന്നു ഞാൻ ഇപ്പൊ ആലോചിച്ചു പോയി. പണ്ടൊക്കെ സാരി ഉടുത്ത് വരുന്ന സമയത്തൊക്കെ അത് പറയേണ്ടതായിരുന്നു. പിന്നെയും സെക്സി ഔട്ട്ഫിറ്റ് അല്ലേ ഇത്? അയ്യോ, വിളിക്കോ പുതിയ വേണ്ട. എന്റെ ദൈവമേ, പുതിയ പാൻഡ.
ഞാൻ എങ്ങോട്ടോ പോകുന്നു ഗൈസ്. പുതിയ പാൻറ്റാ. നീക്ക് ഏത് കുഗ്രാമത്തിൽ ജീവിക്കുന്നടേ? എന്നാ ഒരു പ്രമാദമാണ് ഒരു പുതു അഴകവും കിട്ടിയത്. വെറുപ്പിക്കാതെടാ, വെറുപ്പിക്കാതെ. എന്തിനാടേ ഈ പാവങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. ഓ, ഞാൻ ഇനി കൂടുതൽ വെക്കുന്നില്ല. ഓക്കെ, നമുക്കേ ഞങ്ങൾ പറയണം എന്ത് കഴിച്ചു? ഓക്കെ 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 ഓക്കെ. എന്തായാലും ചേച്ചിയുടെ ഓരോ കള്ളങ്ങൾ ഓരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ. എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ അത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ അറിയാമല്ലോ, ഇതുപോലുള്ള കുറച്ച് കുറുക്ക് വഴികളൊക്കെ കാണിച്ചിട്ട് ഈ കാലത്തൊക്കെ നിൽക്കാനും പറ്റത്തുള്ളൂ. ഞങ്ങൾ തമ്പ്ലൈനൊക്കെ കണ്ടില്ലേ, മുസ്ലിമിന് കൊടുക്കുന്ന പോലൊക്കെ തന്നെയാണ് ഇവളുമാരൊക്കെ വളച്ചോടിച്ചും തിരിച്ചുമൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്